നമസ്തേ. നമ്മുടെ ഓറ ശക്തമായിട്ടിരിക്കുന്നു, നമ്മുടെ ചക്രങ്ങൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നിരിക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ പ്രാണ ഊർജം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാവൽ മാലാഖമാർ ഒപ്പം നിൽക്കുന്നു. ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. സിങ്ക്രോണിസിറ്റി ഒരുപാട് ഉണ്ടാകുന്നു. നമ്മൾ പ്രപഞ്ചവുമായിട്ട് ഒരു അലൈൻമെന്റിലാണ് എന്നുള്ള ഫീലിംഗ് നമുക്കുണ്ടാകുന്നു. ഇതെല്ലാം നമുക്ക് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുണ്ടലിനി ശക്തി തന്നെയാണ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓറ ശക്തമാകുന്നത് എപ്പോഴാണ്? ഓരോ ചക്രങ്ങളും ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓറ അതിശക്തമായിട്ട് അതീവ പ്രഭാവത്തോടു കൂടി അത് പ്രകാശം പരത്തുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ചില വ്യക്തികളുമൊക്കെ ആയിട്ട് ഇടപെടുന്ന സമയത്ത് നല്ല ഒരു സമാധാനം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അവരിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ആയിരിക്കാൻ ചില വ്യക്തികൾ ചിലപ്പം താല്പര്യപ്പെടുന്ന അവസ്ഥകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ചില സമയത്ത് ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹാപ്പിനെസ്, നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു. തിരിച്ചടികൾ ഉണ്ടായാലും വളരെ ഈസി ആയിട്ട് അതൊക്കെ റിസോൾവ് ആയിട്ട് പോയിരിക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്തു തന്നെയാണെങ്കിലും ശക്തമായിട്ടുള്ള ഓറ എന്ന് പറയുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ നല്ല പ്രാണ ഊർജത്തിന്റെ പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയെങ്കിലും, ഹോളി സ്പിരിറ്റ് നമ്മളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയെങ്കിലും, കാവൽ മാലാഖമാര് ഒപ്പമുണ്ട് എന്ന് പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് നല്ല അലൈൻമെന്റിലാണ് എന്ന് പറയുകയാണെങ്കിലും, ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുണ്ടലിനി ശക്തിയുടെ ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അത് അവൈക്കനിങ്ങിന് ശേഷം റൈസ് ചെയ്ത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് കുണ്ടലിനി ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുണ്ടലിനി ശക്തി ഒരാളിൽ ശക്തമായിട്ട് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അയാളുടെ ഓറ തീർച്ചയായിട്ടും ശക്തമായിരിക്കും. അല്ലാതെ ഓറ ശക്തമാക്കുമ്പോഴാണ് കുണ്ടലിനി ശക്തി ഉണരുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഓറ എന്ന് പറയുന്നത് ഒരു പ്രകാശം, നമ്മളിപ്പോ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രകാശം പോലെയാണ് ഓറ എങ്കിൽ, അതിന് ഫ്യൂവലായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അഗ്നിയായിട്ട് ജ്വലിച്ചു നിൽക്കുന്നതാണ് കുണ്ടലിനി ശക്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുണ്ടലിനി ശക്തി നല്ല രീതിയിൽ ഇങ്ങനെ നമ്മളിൽ ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ, ആത്മാവിന്റെ സ്ഫുരണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. നമ്മൾ പ്രപഞ്ചവുമായിട്ട് അലൈൻമെന്റിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ജന്മം, കർമ്മം, നമ്മുടെ പ്രപഞ്ചവുമായിട്ടുള്ള അലൈൻമെന്റ്, ഇതെല്ലാം കൃത്യമായിട്ട് വരുന്ന സമയത്ത് ദൈവഹിത പ്രകാരം ഒരു മനുഷ്യനിൽ ഈ അത്ഭുതം സംഭവിക്കുകയാണ്. ഉയർന്നതായിട്ടുള്ള പ്രാണ ഊർജം അല്ലെങ്കിൽ കോസ്മിക് എനർജി ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അയാളുടെ ആത്മാവിന്റെ പ്രഭയിലൂടെ പുറത്തേക്ക് വെളിവായിട്ട് കാണുകയാണ്. അയാളുടെ സംസാരം ആ സമയത്ത് നല്ല ഫ്ലോയിലുള്ളതായിട്ട് തീരുന്നു. അയാളുടെ കണ്ണുകളിൽ അതിശക്തമായിട്ടുള്ള മാഗ്നറ്റിസം ഫീൽ ചെയ്യുന്നു. ആളുകൾ ആ വ്യക്തിയോട് അടുത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അയാളോട് ഇടപെടുന്ന സമയത്ത് സ്വാന്തനം, സമാധാനം ഒക്കെ ഫീൽ ചെയ്യുകയാണ്. പോസിറ്റീവായിട്ട് സംതിങ് ലഭിച്ചതുപോലെ തോന്നുകയാണ്. അയാൾ തലയിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആശ്വാസം ഫീൽ ചെയ്യുകയാണ്. അയാളുടെ സാമീപ്യം അല്ലെങ്കിൽ അയാളുടെ വാക്കുകൾ പോലും അധികം കരിസ്മയുള്ളതായിട്ട് അല്ലെങ്കിൽ അധികം ഊർജമുള്ളതായിട്ട് ഒരുപാട് മേഖലകളിൽ ഹീലിംഗ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം കുണ്ടലിനി ശക്തിയുടെ കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രാണ ഊർജം നമ്മളുടെ ശരീരത്തിലൂടെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്തിനോടെങ്കിലും പ്രധാനമായിട്ടും പ്രപഞ്ചത്തിന് ഒപ്പോസിംഗ് ആയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ നിൽക്കുന്ന സമയത്ത് ഈ ഫ്രീ ഫ്ലോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രപഞ്ചവുമായിട്ട് ട്യൂൺ ഇൻ ചെയ്യുന്ന സമയത്താണ് കുണ്ടലിനി ശക്തി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്, പ്രവഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുണ്ടലിനി ശക്തിയെ കുറിച്ച് പല വീഡിയോകളിലായിട്ട് നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ അതിന് ബാക്കിയായിട്ടെന്നുള്ള രീതിയിൽ കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ ഈ പ്രാണ ഊർജം, ആത്മീയ ഊർജം, സ്പിരിച്വൽ എനർജി, കോസ്മിക് എനർജി നമ്മളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബാക്കിയുള്ള പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസിങ് ആണ്. നമ്മൾ എത്ര സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്ര കണ്ട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ തെറാപ്പിയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിലും, നമുക്ക് വീണ്ടും ഇമോഷണലി അൺസ്റ്റബിൾ ആയിട്ടുള്ള ഫീലിംഗ്, ഒരു മാനസിക പ്രശ്നത്തിന് അപ്പുറത്തേക്ക്, ഒരു സൈക്കാട്രിക് പ്രോബ്ലത്തിന് അപ്പുറത്തേക്ക് ഫീൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന എനർജിയുടെ ഒരു അഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഡാർക്ക് ഏരിയാസിനെയും ഫില്ല് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലൈറ്റ് എനർജി തന്നെയാണ് ഈ പ്രാണ ഊർജം എന്ന് പറയുന്നത്. പ്രാണ ഊർജത്തിന്റെ അഭാവം അല്ലെങ്കിൽ ഇംബാലൻസ് ആണ് നെഗറ്റീവ് എനർജി ആയിട്ടും രോഗാവസ്ഥകളായിട്ടൊക്കെ നമ്മൾ പല സമയത്തും പെർസീവ് ചെയ്യുന്നത്. എല്ലാ കേസിലുമല്ല, സമയം, ജന്മം, കർമ്മം, സ്പേസ്, ഇതിനെയൊക്കെ ആസ്പദമാക്കി ഇതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ള പ്രാണിക് എനർജിയുടെ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുണ്ടലിനി ശക്തി ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മളിൽ നിന്നുള്ള ഇമോഷണൽ ബ്ലോക്കേജസ് മാറിപ്പോവുകയാണ്.
അൺറിസോൾവഡ് ആയിട്ടുള്ള ഇമോഷണൽ ട്രോമാസ് പരിഹരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉയർന്ന ആത്മീയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് മനുഷ്യന്മാരിൽ അനിയന്ത്രിതമായിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ ചിരി അല്ലെങ്കിൽ എക്സ്റ്റസി കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സമ്മിശ്രമായിട്ട് ചിരിക്കുകയും കരയുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. ചില ആളുകൾ എന്നോട് പറയുകയുണ്ടായി, കയ്യിൽ ഈ പ്രാണ ഊർജത്തിനെ, കോസ്മിക് എനർജിയെ ബിറ്റ്വീൻ പാംസ് സെൻസ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണെന്നുള്ളത് മുൻപുള്ള വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഈ പ്രാണിക് എനർജിയെ സെൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഭയം തോന്നിയിട്ടുണ്ട്, ആൻസൈറ്റി തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആകുലത തോന്നിയിട്ടുണ്ട്, ചില സമയത്ത് കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വൈകാരിക വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുന്നത്, പല ഇമോഷൻസ് സമ്മിശ്രമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ ആ സമയത്ത് am I really mad? എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ടെമ്പററി, അത് ടെമ്പററി ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൺറിസോൾവഡ് ആയിട്ടുള്ള ഇമോഷണൽ ട്രോമാസ്, നമ്മൾ ബാല്യകാലം തൊട്ട് ഇന്ന് വരെ നമ്മുടെ ഉള്ളിൽ പരിഹരിക്കപ്പെടാതെ കിടന്നതായിട്ടുള്ള കെട്ടുപാടുകൾ, വൈകാരികമായിട്ടുള്ള ബന്ധനങ്ങൾ, ഇതൊക്കെ ഹീൽ ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഉള്ളിലെ കുറ്റബോധം മാറി മറിഞ്ഞു പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ ഉണക്കപ്പെടാത്തതായിട്ടുള്ള മുറിവുകൾ ഉണക്കപ്പെടുകയാണ്. നമ്മുടെ ഉള്ളിൽ കിടന്ന ഇമോഷണൽ ബ്ലോക്കേജസിനെ ഈ ശക്തിയുടെ പ്രവാഹത്തിലൂടെ നീക്കപ്പെടുകയാണ്, ഇരുട്ടുകളെ നീക്കപ്പെടുകയാണ്. ഇത്തരത്തിൽ ആത്മീയ ഊർജം ശക്തമായിട്ട് നമ്മളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർമ്മം എന്നുള്ളതിന്റെ പ്രാധാന്യം. കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയാണ്. കർമ്മം കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത ഒരു മനുഷ്യന്റെ ഉള്ളിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഈ ആത്മീയ ഊർജത്തിന്റെ പ്രവർത്തനം തന്നെയാണ്. കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്ന സമയത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുകയാണ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയാണ്. അയാൾക്കും അയാളുടെ ചുറ്റിനുള്ള ആൾക്കാർക്കും സമൂഹത്തിനും ഗുണം ചെയ്തുകൊണ്ട് അയാൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി, സർഗസൃഷ്ടി, അതിന്റെ കപ്പാസിറ്റി നല്ല രീതിയിൽ വർദ്ധിക്കുകയാണ്. കാരണം ഡോർമെന്റ് ആയിട്ട് കിടന്ന അല്ലെങ്കിൽ അഡ്രസ് ചെയ്യപ്പെടാതെ കിടന്ന നമ്മുടെ ബ്രെയിൻ, അതിന്റെ ശക്തി കേന്ദ്രങ്ങൾ പലതും ആക്ടിവേറ്റ് ആകുകയാണ്. അപ്പൊ ബ്രെയിൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് സാധ്യമാവുകയാണ്. മഹാന്മാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രകാശ രശ്മിയുടെ ഒരു മുകളിൽ കയറിയിരുന്ന്, ഒരു ലൈറ്റ് ബീമിൽ കയറിയിരുന്ന് പ്രപഞ്ചത്തിലൂടെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നത് പോലെ, അതുപോലെയൊക്കെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രകാശത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള തിയറി ഫോം ചെയ്യുന്നത്. ലിയനാർഡോ ഡാവിഞ്ചി ആണെങ്കിൽ അദ്ദേഹം വരയ്ക്കാനിരിക്കുന്ന പ്രതലത്തിലേക്ക് അല്പനേരം നോക്കിയിരുന്ന് ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോയതിനു ശേഷമാണ് ഈ പറയുന്ന ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിക്കോളാസ് ടെസ്ല ആണെങ്കിലും അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് എ കോർ, പ്രപഞ്ചത്തിനൊരു കേന്ദ്രമുണ്ട്, ആ കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടതായിട്ടുള്ള ഐഡിയാസ് ഞാൻ റിസീവ് ചെയ്യുന്നത്. ഞാൻ ഒരു റേഡിയോ റിസീവർ പോലെയാണ് എന്നുള്ളത് അദ്ദേഹം പറയാണ്. ട്രാൻസ്മിറ്റർ വേറെ എവിടെയോ ആണ് എന്ന് പറയാണ്. ഈ ഊർജ പ്രവാഹം നമ്മളെ പ്രാപ്തമാക്കുകയാണ് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഉയർന്ന സർഗസൃഷ്ടികൾ നടത്താനായിട്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഉയർന്ന സർഗസൃഷ്ടികൾ നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരു സംതിങ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന, ഇഗ്നറന്റ് ആയിട്ട് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെയോ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു താല്പര്യവുമില്ലാതെ ഈ ആയിരിക്കുന്ന ജനിച്ചു വീണ ഭൗതികതയിൽ മാത്രം മുഴുകിപ്പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കാതെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ജീവിതം കഴിച്ചു പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥ, ഹൈ പ്രൊഡക്ടിവിറ്റി, ഹൈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ എനർജി ഫ്ലോ കൃത്യമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഔട്ട്ബേഴ്സ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ ഇൻസ്പിറേഷന്റെ കൃത്യമായിട്ടുള്ള ഫ്ലോ ഉണ്ടാകുകയാണ്. നമുക്കിങ്ങനെ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ട് പോകും. ചിലപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിനെ ഫേസ് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്യും. അത് നമ്മൾ റീട്യൂൺ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ വീണ്ടും ഒന്ന് റീട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ, വൺസ് ഈ ഒരു സിദ്ധി, ഈ ഒരു വരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ട ഒരു സ്റ്റേഷൻ റേഡിയോയിൽ ട്യൂൺ ചെയ്യുന്നത് പോലെ ട്യൂൺ ചെയ്തിട്ട് നമുക്ക് ഈ ക്രിയേറ്റിവിറ്റിയുടെ ചാനലിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. ഇനി അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്തിന് ഉണ്ടാകുന്നതായിട്ടുള്ള ബെനഫിറ്റ്സ് ആണ്. ഒന്നാമതായിട്ട് ഭൗതികമായിട്ട് നോക്കുന്ന സമയത്ത് സ്ട്രെസ് റിലീഫ് ആണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത്.
കാരണം കുണ്ടലിനി ശക്തി പ്രവർത്തിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ്, കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോർസീ ചെയ്തുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതുകൊണ്ടൊക്കെ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് വളരെയധികം കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ എനർജി സ്റ്റേറ്റ്സ് ബാലൻസ്ഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞു ചക്രങ്ങളൊക്കെ ബാലൻസ്ഡ് ആവും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള എല്ലാ മേഖലകളിലും ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്റ്റാമിന നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമുക്കുണ്ടായിരിക്കുന്ന രോഗാവസ്ഥകൾ വരെ ഉയർന്ന ആത്മീയ ഊർജ പ്രവാഹം നമ്മളിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ വിട്ട് മാറിപ്പോകും എന്നുള്ളതാണ്. എത്ര ആത്മീയ ഊർജം പ്രവഹിച്ചിട്ടും മാറാ രോഗമായിട്ട് കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജന്മം, കർമ്മം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ളതാണ് പ്രപഞ്ചം അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് വ്യക്തികളിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനർജന്മം അടക്കമുള്ള അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. പ്രത്യേക രീതിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഭൂമിയിലേക്ക് വരുന്നത്. അടുത്തതായിട്ടുള്ളത് ആത്മീയ വളർച്ചയാണ്, സ്പിരിച്വൽ ഗ്രോത്ത്. സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്, അതിന്റെ മീനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പർപ്പസിനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ മീനിങ് ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അയാൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഭൗതികവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് അയാളുടെ ജന്മത്തിന്റെ പൊട്ടൻഷ്യൽ, അയാളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷനിലേക്ക് എത്താനായിട്ടുള്ള ത്വരയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാം സേഫ് ആണ് എന്നുള്ള അവസ്ഥ നോക്കി നിൽക്കുന്നതിനപ്പുറത്തേക്ക് റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാകും എന്നുള്ളതാണ്. താനൊരു അൺലിമിറ്റഡ് ബീയിങ് ആണ് എന്നുള്ളതും ഈ ചെറിയ ജന്മത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള സത്യവും ഇത്തരത്തിൽ വ്യക്തികൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന് നിങ്ങളെ തടയാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്നുള്ളൊരു സത്യവും കൂടി അവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈഗോ ഡ്രിവൺ ഡിസയേഴ്സ് അവിടെ ഇല്ലാണ്ടാവുകയാണ്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളോട് മോശമായിട്ടോ തെറ്റായിട്ടുള്ള രീതിയിലോ പ്രവർത്തിക്കുന്ന സമയത്ത് അതുപോലെ തിരിച്ചടി കൊടുക്കാനായിട്ടുള്ള ടെൻഡൻസി, മറ്റുള്ള ആളുകളെ ഒതുക്കി ഭരിക്കാനായിട്ടുള്ള ടെൻഡൻസി, ഇതൊക്കെ മാറി അവര് സെൽഫ് മാസ്റ്ററി നേടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് ഈ പ്രപഞ്ചം, ഈ ജന്മത്തിന്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് തന്നെയാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അവർ കൂടുതൽ കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഹൈ പ്രൊഡക്ടിവിറ്റി നൽകാനായിട്ട് അവർക്ക് സാധിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ഇൻഡിവിജ്വൽസിനെ നമ്മൾ, ചില സയന്റിസ്റ്റുകളെ അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മൾ സെൽഫ് സെന്റേർഡ് ആണോ എന്ന് ചിലപ്പോൾ ഒക്കെ തോന്നിപ്പോകുന്നത്. ബിക്കോസ് അവർ കർമ്മത്തിൽ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലിസ് ആൻഡ് വൺനെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടുള്ള അവസ്ഥയിൽ ഈ യൂണിവേഴ്സ്, ഈ ഭൂമി, ഇതെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിർവരമ്പുകൾക്ക് അല്ലെങ്കിൽ വിഭാഗീയതകൾക്കും വർഗീയതകൾക്കും ഇവരെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യബന്ധങ്ങൾ മെച്ചപ്പെടുകയും ഹിഡൻ എബിലിറ്റീസ് പുറത്തു വരികയും ചെയ്യുകയാണ്. മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ തനിയെ കൊഴിഞ്ഞു പോവുകയും ഫുൾഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ വളർച്ചയിലേക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് നയിക്കുന്നതായിട്ടുള്ള ബന്ധങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ചില ബന്ധങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നിയാലും പിന്നീട് പോസിറ്റീവായിട്ട് പരിണമിക്കും. ചിലതാകട്ടെ തുടക്കത്തിൽ ഒരു ബ്ലെസ്സിങ് പോലെ വരുന്ന കേഴ്സ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. പക്ഷെ ഈ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ വളരുകയാണ്. ബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ സന്തോഷം എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയും ഉയർന്ന ആത്മീയ പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യരിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള സ്പിരിച്വൽ സിദ്ധികൾ ഞാൻ മുൻപുള്ള ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അറിയാത്തതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ശക്തികൾ, അത് ചിലപ്പോൾ ഒരു പ്രവചിക്കാനുള്ള കഴിവായിരിക്കും, ഫോർസി ചെയ്യാനുള്ള കഴിവായിരിക്കും, മറ്റുള്ള ആളുകളെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള എബിലിറ്റീസ് ഇന്നേറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് വളർന്നു വരും, ഉണർന്നു വരും എന്നുള്ളതും ഈ കുണ്ടലിനി അറൈസിങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ മരണത്തിനെയും മാസ്റ്ററി പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ ഇത് കേൾക്കുന്നു, നിങ്ങൾക്ക് അത് ഉറപ്പാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, നിങ്ങളുണ്ട്, നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഉറപ്പായിട്ട് മാറുകയാണ് ആത്മീയ പ്രപഞ്ചം ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ്.
അങ്ങനെ നമ്മളൊരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലേക്ക് റൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മരണത്തിനെ നമുക്ക് ഭയമില്ലാണ്ട് മാറും എന്നുള്ളതാണ്. ബിക്കോസ് മരണത്തിനപ്പുറത്തേക്ക്, ഭൗതികതയ്ക്ക് അപ്പുറത്തേക്ക്, ഭൗതികമായിട്ടുള്ള ജഡികമായിട്ടുള്ള സംഗതികൾക്കാണ് മരണവുമായിട്ട് ബന്ധമുള്ളത്. എന്നാൽ ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ മറ്റൊരു ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അവിടെ വിശ്വാസത്തിന് റോളില്ല, അവിടെ വിശ്വാസമല്ല. പല മതാചാര്യന്മാരും തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കും എന്നൊക്കെ. വിശ്വാസം അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ നടക്കുന്ന എന്താണ്? വിശ്വാസത്തിനപ്പുറത്തേക്ക് അവബോധമാണ്. ഈ അവബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണപ്പെടാത്തതുണ്ട് എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഉറപ്പില്ലാത്തൊരവസ്ഥയല്ല. അതൊരിക്കലും നമ്മുടെ മനസ്സ് കൺവിൻസ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ കപട വിശ്വാസിയാണ് എന്ന് തന്നെയാണ് ആ വ്യക്തി പറയുന്നത്. അയാളുടെ ചെറിയ ബുദ്ധിയിൽ അങ്ങനെ തോന്നുകയാണ് താൻ വിശ്വാസിയാണ്. അത് ഒരു തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസവും കൂടിയാണ്. പക്ഷേ എനിക്ക് അവബോധമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അവന് ദൈവത്തിനോട് യാചിക്കേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് കാര്യങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അവന് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് തന്നെ പ്രപഞ്ചം അലൈൻ ആകുന്ന സമയത്താണ്. അപ്പൊ ഈ വ്യക്തി പ്രപഞ്ചവുമായിട്ട് അലൈൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യാചനകളുടെയോ പ്രാർത്ഥനകളുടെയോ അല്ലെങ്കിൽ അർത്ഥനകൾ യാചിക്കുന്നതിന്റെ ഒരു ആവശ്യമില്ല. അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു കമാൻഡിങ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് യാചിക്കുന്നതിനപ്പുറത്തായിട്ട് ദൈവവുമായിട്ട് സ്വരച്ചേർച്ചയിലേക്ക് എത്തുന്നതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ദൈവവുമായിട്ട് സ്വരച്ചേർച്ചയിലേക്ക് എത്തണമെങ്കിൽ, അത്രയും പരിശുദ്ധമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അതിനനുസരിച്ച് നമ്മൾ വൃത്തിയായിട്ട് വെക്കേണ്ടതുണ്ട്, ഓപ്പൺ ആയിട്ട് വെക്കേണ്ടതുണ്ട്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത്, അതിന്റെ സമയമാകുന്ന സമയത്ത് പ്രപഞ്ചത്തിന്റെ ഊർജം നമ്മളിലേക്ക് വരികയും നമ്മളിലൂടെ അത് അധികമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, യു ആർ വാട്ട് യു അലോ. നിങ്ങൾ അനുവദിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളായിട്ട് തീരുന്നത്. ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.